മുൻ വാർഡ് മെമ്പർ പറങ്ങോടത്തെ അബുഹാജിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ എല്ലാമായ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഫസൽ, വേങ്ങര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീർ ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിയാത്തുട്ടി അബുഹാജി, ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച ടീച്ചർ, അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇതിൻ്റെ ഭാരവാഹികൾ, ഓരോരുത്തരുടെ പേരും എടുത്തു പറയാനില്ല. നമ്മുടെ ഈ പരിപാടിയുടെ സ്വാഗത പ്രസംഗത്തിലെ അബ്ബാസ് പറയുണ്ടായി, കുടിവെള്ള ഒരു പ്രശ്നം. നമുക്ക് ഏറ്റവും രൂക്ഷമായ പ്രശ്നം വന്നത് ഇപ്പോൾ ഈ കുടിവെള്ള പ്രശ്നമാണ്. അതിന് ഇവിടെ ഞാൻ ഇന്ന് കണ്ടു ക്ലബിൻ്റെ കുട്ടികൾ, ഈ ക്ലബിൻ്റെ കുട്ടികൾ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇവിടെ എൻ്റെ കാഴ്ചയിൽ കണ്ടത്, ഇവിടെ ഈ പൂക്കളം ബസാറിൽ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒരുമിച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ നമുക്കതിൽ പറയാനുള്ളത്, ഈ വെള്ളം കൊണ്ടുവരുന്ന ക്ലബിൻ്റെ ആളുകളായാലും ലീഗിൻ്റെ വെള്ളമായാലും കോൺഗ്രസിൻ്റെ വെള്ളമായാലും ഈ വരുന്നവരോട് നമ്മൾ നല്ല നന്ദി കാട്ടണം. കാരണം പറഞ്ഞിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഈ വെള്ളം നിങ്ങൾ മുന്നിലെത്തിക്കുന്നത്. പരാതികളുണ്ടാവും. 4 കുടം വെള്ളം കിട്ടിയോട് 10 കുടം കൊണ്ടായി എനിക്ക് കിട്ടിയില്ല എന്ന പരാതി ഒരിക്കലും ഉമ്മ പെങ്ങന്മാർ പറയാൻ പാടില്ല. നമ്മളെ പ്രശ്നം അല്ല തീർക്കല്ലാതെ നമ്മൾക്കിത് കഴിയൂല. അവിടെ ചെല്ലുമ്പോൾ ഈ വെള്ളം ചെള്ളിയമാക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഈ പരിപാടി, ഈ ക്ലബിൻ്റെ ഈ പരിപാടിയിലുള്ള ഈ ഡിസ്കോ ക്ലബ്ബ് പൈസ ചെലവാക്കിയിട്ട് വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടാണ് ഈ വെള്ളം എത്തിക്കുന്നത്. ഈ വെള്ളം എവിടുന്ന് കിട്ടുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. പിന്നെ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ കേരളോത്സവം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പൈക്ക എന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടികളൊക്കെ ഇപ്പോൾ ക്ലബിലെ കുട്ടികൾ അറിയുന്നില്ല. കാരണം അവർ പരാതി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. പിന്നെ ഇതിൻ്റെ മുന്നൊക്കെ നമ്മൾ ഇവിടെ ഈ പിന്നെ കേരളോത്സവത്തിലൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് സ്പോർട്സിലും ആർട്സിലൊക്കെ നല്ല പേരെടുത്ത കുട്ടികളുണ്ടായിരുന്നു. മുബാരിസൊക്കെ കർണാടകത്തിലൊക്കെ പോയി കളിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് പ്രസിഡന്റ് ഇനി ഇത്രയും പരിപാടി ഉണ്ടാവുമ്പോഴേ നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് അറിയിച്ച് ഒന്ന് ഉഷാറാക്കണം. അപ്പോൾ എല്ലാ പരിപാടിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവണം. പ്രസിഡന്റ് ആയാലും വാർഡ് മെമ്പർ ആയാലും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിച്ചാലേ നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. വെള്ള പരിപാടി ആയാലും ക്ലബിൻ്റെ പരിപാടി ആയാലും ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും അതിന് നിങ്ങൾക്ക് പിന്നെ നല്ല ദീർഘായുസ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.